നമസ്കാരം. കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഒരു വീഡിയോയിലൂടെ റീൽസ് ഇട്ട് അതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയ ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ എന്താ പറയുക, അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടോ അല്ല ഞാനൊരു വീഡിയോ ഇട്ടത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, അവിടെ ശുദ്ധീകരണം നടത്താൻ പോകുന്നു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം മനുഷ്യൻ്റെ ഒരു കാല് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു കാല് അവിടെ ആ കുളത്തിലൊന്ന് നനഞ്ഞു എന്ന കാരണം കൊണ്ട് ആ കുളം തന്നെ ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. എന്താണ് 6 ദിവസത്തെ പൂജകളും പിന്നെ അതുപോലെ തന്നെ ശിവേലിയും വീണ്ടും അവർ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ തന്നെ ചൊവ്വാഴ്ച രാവിലെ മുതൽ 10-18 പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ ശുദ്ധീകരിക്കുന്നത് ഓക്കെ. പക്ഷേ കുളത്തിലെ മൊത്തം വെള്ളവും അവർ വറ്റിച്ചിട്ട് അതിന് വീണ്ടും ഒന്ന് ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ എത്ര ലക്ഷം രൂപയുടെ ചിലവാണ്. അപ്പം അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാക്ക കാഷ്ടിക്കുന്നുണ്ട്, അല്ലാണ്ട് പറക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ കാഷ്ടിക്കുന്നുണ്ട് എന്നുകൊണ്ട് നമുക്ക് കുളം ശുദ്ധീകരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു ന്യൂസ് ചാനലിൽ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു. അതിലൊരു പ്രമുഖ വ്യക്തി പറയുന്നുണ്ട്, അയാൾ സമ്മതിക്കുന്നുമുണ്ട്, ഇതിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വ്യക്തി അത് സമ്മതിക്കുന്നുമുണ്ട്. ഒരു മുസ്ലിം അതിൽ കുറേ ഈ കുളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഭംഗിയൊക്കെ കണ്ടിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ വന്നു പോകുന്നുണ്ട്. അതിലെല്ലാവരും ഹിന്ദുസ് അല്ല, ഒത്തിരി മുസ്ലിംസും വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഈ ജാസ്മിൻ ജാഫറിനെ ഐഡൻറ്റിഫൈ ചെയ്തത് പുള്ളിക്കാരി ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം ഒത്തിരി മുസ്ലിംസ്, ഒത്തിരി ഹിന്ദുസ്, അതുപോലെ ക്രിസ്ത്യൻസൊക്കെ വന്നു പോകുന്ന ഒരു ഏരിയയാണ് അതവിടെ. അത് ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് പള്ളിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കുക. അത് എൻ്റെ വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിക്കും അത് അവരുടേതായിട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ കയറി കൈയിടാനോ അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനെ നിന്ദിക്കാനോ ആർക്കും, എത്ര VIP ആയിരുന്നാലും ആർക്കും അവകാശമില്ല. ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് അംഗീകരിക്കപ്പെടുന്ന ഒരു തെറ്റുമാണ്. അതിന് വേണ്ട തെറ്റിനുള്ള ശിക്ഷ ജാസ്മിൻ ജാഫറിന് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ കുളം ശുദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോ ഇട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഇവർ പറയുന്നുമുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒന്ന് കാല് നനച്ചു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് അവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ ഓടിയൊന്നും കളയത്തില്ല. ഗുരുവായൂരപ്പൻ എപ്പോഴും അവിടെ ഉണ്ടാവും. ഗുരുവായൂരപ്പൻ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു മുസ്ലിം വന്നിട്ട് അമ്പലമോ കുളമോ കണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിലൊന്ന് കാല് നനച്ചു എന്ന് വെച്ചിട്ടോ ഗുരുവായൂരപ്പൻ ആരെയും കണ്ട് ഭയന്ന് പോകുന്ന വ്യക്തിയല്ല. ഗുരുവായൂരപ്പൻ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നതുപോലെ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ ആ കുളത്തിലൊന്ന് അത് കാല് നനച്ചെങ്കിലോ അല്ലെങ്കിൽ അതിനെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ റീൽസ് ഇട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന തെറ്റല്ല. അത് തെറ്റ് തന്നെയാണ്. അവരങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ വിശ്വാസത്തിൽ കയറിയിട്ടല്ല അവർ തോന്നിയവാസം ചെയ്യേണ്ടത്. അപ്പോൾ അത് ജാസ്മിൻ ചെയ്തത് മഹാപരാധമാണ്. ഓക്കെ, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അവരവരുടെ ഓരോ ജാതിക്കും ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ വിശ്വാസ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്ക് ആ വിശ്വാസം അത് അവരുടെ ഒരു വിശ്വാസമാണ്. അതിനെ ബഹുമാനിക്കണം, അതിനെ അംഗീകരിക്കണം. അല്ലാത്തടത്ത് നിനക്ക് താല്പര്യമില്ല, നീ അവിടെ പോകരുത്. അതിന് നിനക്ക് പിച്ചി ചീന്താനുള്ള വകയല്ല. ജാസ്മിൻ ജാഫറിന് അത് പിച്ചി ചീന്താനുള്ളൊരു വകയല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇതിൽ ക്രിസ്ത്യൻ, ഹിന്ദുസ്, മുസ്ലിംസ് എല്ലാ ജാതിയിൽപ്പെട്ടവരും ധ്യാനം കൊള്ളാനും അതുപോലെ പള്ളിയിലൊക്കെ വരുന്നുണ്ട്. വിശ്വാസമുള്ള വിശ്വാസികൾ വന്നു പോകുന്നുണ്ട്. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നേരാനും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അവർ തീർത്ഥാടനത്തിനും അതുപോലെ അതൊക്കെ ചുറ്റി കാണാനും ഒക്കെ വന്നു പോകുന്നുണ്ട് പ്രാർത്ഥനയ്ക്കുമായിട്ടും. പക്ഷേ അപ്പോഴും നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് തിരുവോസ്തി തരും. നമ്മുടെ ദിവ്യബലിയിൽ നമുക്ക് തിരുവോസ്തി തരും. ആ തിരുവോസ്തിയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അന്ത്യ അത്താഴ സമയത്ത് യേശുനാഥൻ, അതായത് അന്ത്യ അത്താഴം എന്ന് പറയുമ്പോൾ യേശുനാഥൻ പിടിക്കപ്പെടുന്ന ആ രാത്രി അന്ത്യ അത്താഴം എന്ന് നമ്മൾ പറയാം. അവസാനത്തെ ആഹാര സമയത്ത് യേശുനാഥൻ പറയുന്നുണ്ട്, യേശുനാഥൻ്റെ ശരീരവും രക്തവും യേശുനാഥനെ പാത പിന്തുടരുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്.
ആ ഒരു വിശ്വാസം കൈക്കൊണ്ടുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ദിവ്യബലി അല്ലെങ്കിൽ തിരുവോസ്തി ഭക്ഷിക്കാൻ കൊടുക്കുകയുള്ളൂ. മറ്റു അഹിന്ദുക്കൾ ക്രൈസ്തവരായിട്ടുള്ള ഒരൊറ്റ ആൾക്കാർക്ക് അത് കൊടുക്കില്ല. അതപ്പോൾ അവരുടെ ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസമാണ്. അതുപോലെ ഹിന്ദുസിൻ്റെ ഒരു വിശ്വാസമുണ്ട്. ഇന്ന സ്ഥലത്ത് കയറാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാൻ പാടില്ല, മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ബഹുമാനിക്കുക, അംഗീകരിക്കുക. അല്ലാതെ അതിനെ പിടിച്ച് തോന്നിയാസം പോലെ ശുദ്ധ അസംബന്ധമാണ് ആ കുട്ടി കാണിച്ചത്. ആ വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഓണത്തിൻ്റെ സീസണാണ്, നിനക്ക് പിന്നെ അതിൻ്റെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ അവിടെ വിലക്കപ്പെട്ട ആ കുളത്തിൽ തന്നെ പോയി കൈയും കാലുമൊക്കെ നനപ്പിച്ചിട്ട് റീൽസ് എടുക്കണമെന്നുള്ള, അപ്പോൾ അതിൻ്റെ ശിക്ഷ ആ കുട്ടി അനുഭവിക്കണം. അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ അവളുടെ നേരെ അവൾക്കെതിരായിട്ട് കേസൊക്കെ ഫയൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. കേസ് ഫയൽ ചെയ്തെങ്കിൽ അതിൽ വരുന്ന കേസും അതിൽ വരുന്ന മാനനഷ്ടവും ഒക്കെ അവൾ തന്നെ സഹിക്കണം. പക്ഷേ നമ്മളിവിടെ വാദിച്ചു വന്നത് ശുദ്ധീകരണത്തിനെ കുറിച്ചാണ്. ആ കുളം തന്നെ വറ്റിച്ച് ചെയ്യുമ്പോൾ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഏത് വിശ്വാസമായിരുന്നാലും ശരി, ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അവരുടെ വിശ്വാസത്തെ നമ്മൾ ആദ്യം അംഗീകരിക്കാൻ പഠിക്കണം, നമ്മൾ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം. ആ ആദരവും ബഹുമാനവും അത് ഏത് ജാതിക്കാണെങ്കിലും നമ്മൾ കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതുപോലുള്ള അപമാനങ്ങൾക്കും ഇതുപോലുള്ള ഇതിനൊക്കെ പാത്രമായി മാറേണ്ടി വരും. അവരുടെ വിശ്വാസികളുടെ ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഒരു വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്നത് അവരുടെ ആ വിശ്വാസത്തിലുള്ളത് ഭഗവാൻ അവിടെ വന്ന് ആറാടുന്ന ഒരു കുളമായിട്ട്, അത് തീർത്ത കുളമായിട്ടാണ് അവരത് കരുതിയേക്കുന്നത്. ആ തീർത്ത കുളത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ പോയി ഒരു റീൽസ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കേസ് മുന്നോട്ട് പോവുക തന്നെ വേണം. അതുപോലെ അതിനുള്ള നിയമ നടപടി എടുക്കുക തന്നെ വേണം. അല്ലാതെ വെറുതെ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ ആരെയും വേർതിരിക്കാതെയോ അല്ലെങ്കിൽ ആരുടെയും വിശ്വാസത്തെ കളിയാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ. ഇതൊരു ജാസ്മിൻ ജാഫറിന് കിട്ടിയൊരു ഈ ഒരു പാഠം മറ്റുള്ളവർക്കും ഇതൊരു പാഠമായിട്ട് തന്നെ മാറട്ടെ. എല്ലാവരുടെയും വിശ്വാസം അവരവരുടെ ഇതിൽ വിശ്വസിക്കാൻ അവരവർക്ക് പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ട്. അതിനെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. അത് ഒരിക്കലും ആരും മറക്കാതിരിക്കുക.